ദ UAE ലോട്ടറി. UAE പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ലോട്ടറിയാണ് ദ UAE ലോട്ടറി. ഫസ്റ്റ് പ്രൈസ് തന്നെ 10 ലക്ഷം ദിറംസ് ആണ്. 10 ലക്ഷം, 1 ലക്ഷം, അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ പ്രൈസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലോട്ടറി ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബോട്ടിം ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്. ആദ്യമേ ബോട്ടിം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എക്സ്പ്ലോർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മേളിൽ നമുക്ക് ദ UAE ലോട്ടറി എന്ന് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷൻ അലോ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കുക്കീസൊക്കെ അക്സെപ്റ്റ് ഓൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഇന്റർഫേസിലെ ഇതാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ മഹസൂസ് ഒക്കെ പോലെ തന്നെ 6 നമ്പേഴ്സ് നമ്മൾ ഡേയ്സിൽ പിക്ക് ചെയ്യാൻ പറ്റും. മന്ത് വൈസിൽ 1 നമ്പറുമാണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് താഴെ ഇതുപോലെ കുറേ സ്ക്രാച്ച് കാർഡും മറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 50 ദിറംസാണ് ചിലവാക്കുന്നത്. അപ്പോൾ 10,000 ദിറംസും അങ്ങനെ കുറേ പ്രൈസ് മണീസ് ഉണ്ട് കേട്ടോ. 6 നമ്പർ മാച്ചായി കഴിഞ്ഞാണ് നമുക്ക് ഒരു 10 ലക്ഷം ദിറംസിന്റെ ഫസ്റ്റ് പ്രൈസ് മണി കിട്ടുന്നത്. അങ്ങനെ പല ഓപ്ഷൻസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എമിറേറ്റ്സ് ID നമ്പരും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിൽ കണ്ടിന്യൂ വിത്ത് ബോട്ടിം കൊടുക്കുക. ഇപ്പൊ ഞാൻ ഓൾറെഡി എന്റെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ വിത്ത് ബോട്ടിം കൊടുത്തിട്ടുള്ളത്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പറാണ് യൂസർ നെയിം. പാസ്വേഡ് കൊടുക്കുക. ഐ എം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഡേയ്സ് 1 to 31 നമ്പേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 6 നമ്പർ പിക്ക് ചെയ്യാം, നമ്മുടെ മഹസൂസും ഒക്കെ പോലെ തന്നെ. അതുകൂടാതെ നമുക്ക് മന്തിൽ നിന്ന് 1 നമ്പർ പിക്ക് ചെയ്യാം. അതായത് 50 ദിറംസിന് നമ്മൾ നമ്പർ പിക്ക് ചെയ്യുമ്പോൾ ഡേ വൈസുള്ള ഡ്രോയിലും അതേപോലെ തന്നെ മന്ത് വൈസുള്ള ഡ്രോയിലും നമുക്ക് എൻ്റർ ആവാൻ പറ്റും. ഒരു വട്ടം പർച്ചേസ് ചെയ്യുന്നതാണ് 50 ദിറംസ്. അതേപോലെ തന്നെ 3 വട്ടം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു എമൗണ്ട് കൂടി വരും. നമുക്കിവിടെ താഴെ കാണാം 3 ഡ്രോയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 150 ദിറംസ് ആണ്. 5 ഡ്രോയിൽ 250, 12 ഡ്രോയിൽ 600, 25 ഡ്രോയിൽ 1250. നമ്മളിപ്പോൾ ജസ്റ്റ് പുതിയതായതുകൊണ്ടൊന്ന് ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് 50ൻ്റെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ 2, 3 അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ബൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കും, ഇൻസഫീഷ്യൻ്റ്, അതായത് എൻ്റെ ബോട്ടിമിൽ ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈസ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ എമൗണ്ട് 50 ദിറംസ് ആണ്. 50 ദിറംസ് തൊട്ട് 5000 ദിറംസ് വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിപ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അതേപോലെ തന്നെ പേ ബൈ ഒക്കെ വെച്ചിട്ട് അങ്ങനെ വെരിഫൈ കൊടുക്കാൻ പറ്റും. വെരിഫൈ കൊടുത്തിട്ട് നമ്മുടെ എമിറേറ്റ്സ് ID ചിലപ്പോൾ ബാക്കും ഫ്രണ്ടും അതേപോലെ തന്നെ നമ്മുടെ സെൽഫിയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം മറക്കേണ്ടാത്ത ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമിറേറ്റ്സ് IDയിൽ ആ ഒരു പേരുണ്ടല്ലോ, ആ സെയിം പേര് തന്നെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ മണി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതല്ല. ഇനിയിപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പറൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് പർച്ചേസ് ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. നിലവിലിപ്പോൾ UAEയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ലോട്ടറിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ എമിറേറ്റ്സ് ID നമ്പർ നിർബന്ധമാണ്. പിന്നെ മറക്കാതിരിക്കുക, നമ്മുടെ എമിറേറ്റ്സ് IDയിലെ സെയിം പേര് തന്നെ ആയിരിക്കണം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിലെ പേര്. ചില ആൾക്കാർക്ക് അവരുടെ ഫാദർ നെയിമും വീട്ടുപേരും ഒക്കെ എമിറേറ്റ്സ് IDയിൽ വരുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ ബാങ്ക് നെയിമിൽ വരുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക.